വിവേകപരിതമനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവുമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയമുണ്ടയ്ക്കൽ യൂട്യൂബ് ചാനലുള്ള എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. സങ്കീർത്തന പുസ്തകം അതിൻ്റെ 103 അധ്യായം അതിൻ്റെ 1, 2, 3, 4 വാക്യങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെ മോചിപ്പിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു. അവൻ്റെ ദയകരുണയും നിന്നെ അണിയിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ജീവന്റെ വചനം കേൾക്കൂ, നാഥന്റെ സ്വരം നിങ്ങൾ നുകരൂ. ഹൃദയമവയലുകളെ ഉണർന്നിടൂ ജനമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കും വചനം. ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കും വചനം. ജ്ഞാനവും വിജ്ഞാനവും പകർന്നു നൽകും വചനം. ജ്ഞാനവും പുതുജീവനും പകർന്നു നൽകും വചനം. ജീവന്റെ വചനം കേൾക്കൂ, നാഥന്റെ സ്വരം നിങ്ങൾ നുകരൂ. ഹൃദയമവയലുകളെ ഉണർന്നിടൂ ജനമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ നമ്മൾ മറക്കുന്നവരായല്ല, അത് മറ്റുള്ളവരുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിന് അത് മഹത്വമുണ്ടാകുവാൻ ഇടവരും. ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞ വേളയിൽ വളരെ കഷ്ടതയുടെ പ്രയാസത്തിൻ്റെ മധ്യയിൽ സൗദിയുടെ മരുഭൂമിയിൽ 6 മാസത്തോളം ശമ്പളമില്ലാതെ തകർന്നു തരിപ്പണമായിരിക്കുന്ന അവസ്ഥയിൽ മുന്നോട്ട് കടന്നു പോകുവാൻ ഒരു മാർഗവുമില്ല, മുന്നിൽ ആത്മഹത്യ മാത്രം. അങ്ങനെ റിയാദ് പട്ടണത്തിൽ കടന്നു പോകുവാനും ഒരു ചെറിയ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ഞാൻ യേശുവിനോട് ഒരു കാര്യം പറഞ്ഞു, കർത്താവേ, എൻ്റെ ഈ വലത് ചെവിയെന്ന് വർഷങ്ങളായി പഴുപ്പൊഴുകുന്ന അവസ്ഥയുണ്ട്. നീ ജീവനുള്ള ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ആരാധന കഴിയുമ്പോൾ എൻ്റെ രോഗത്തെ അവിടുന്ന് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുവാൻ അങ്ങക്ക് 100% യേശുവെ അങ്ങേക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന നിർത്തി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, പ്രിയ സഹോദര, എൻ്റെ യേശു അന്നത്തെ ആരാധന കഴിഞ്ഞപ്പോൾ 17 വർഷമായി വലതു ചെവിയിൽ നിന്ന് വന്ന ആ രോഗത്തെ, ആ പഴുപ്പിനെ കർത്താവ് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി. അനേക മരണങ്ങളിൽ നിന്ന് യേശു എന്നെ വിടുവിച്ചു. എൻ്റെ യേശുവിനെ പോലെ സ്നേഹിക്കുവാനും കരുതുവാനും ആർക്കും സാധ്യമല്ല. 2018 ഒമാൻ്റെ മണ്ണിൽ 140 പോയ വാഹനം എക്സ്പ്രസ് ഹൈവേയുടെ മധ്യയിൽ വാഹനം പൊളിഞ്ഞ് ഇടിച്ച് തകർന്ന അവസ്ഥയിൽ 4 പേര് മരിച്ചു എന്ന് വിചാരിക്കുന്ന രീതിയിലും ഈ എളിയവനും അതിൻ്റെ മധ്യയിലുണ്ടായിരുന്നു. ഒരാൾക്ക് പോലും പോറല് പറ്റിക്കാതെ എൻ്റെ യേശു എന്നെ അത്ഭുതകരമായി വിടുവിച്ചു. ആ യേശുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ, ആ യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിന്നെയും വിടുവിക്കുവാൻ കഴിയുന്നവനാണ്.
നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് അത് മറ്റുള്ളവരുടെ മുന്നിൽ അതേ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ നിന്നെ ഉയർത്തുന്നവനായ ഒരു യേശുവിനെ കാണുവാൻ സാധിക്കും. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദിന് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചപ്പോൾ യഹോവ എന്നോട് മാറോട് ചേർത്തു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിപ്പിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നിന്റെ അകൃത്യത്തെ മോചിക്കുവാൻ, നിന്റെ പാവത്തെ മോചിപ്പിക്കുവാൻ ഈ ലോകത്തിന് മനുഷ്യന് സാധ്യമല്ല. എന്നാൽ നിന്റെ കർത്താവിന് എല്ലാം സാധ്യമാണ്. നിന്റെ അകൃത്യത്തെയും നിന്റെ രോഗത്തെയും ഏതവസ്ഥയെയും മാറ്റി അത് സൗഖ്യപ്പെടുത്തുവാൻ കഴിയുന്നവൻ, പാപമോചനം നൽകുവാൻ കഴിയുന്നവൻ, ആരുമില്ലെന്ന് ഭാരപ്പെടുന്ന പ്രിയ സഹോദര, യേശുവേ എന്നെ ആരുമില്ല, എനിക്ക് ആർക്കും ഒരു തുണയില്ല യേശുവേ, എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു, ഞാൻ ഏകനായിരിക്കുന്നു എന്ന് പറയുന്ന പ്രിയ സഹോദരി, പ്രിയ മാതാവേ, യേശു നിന്നെ വിളിക്കുകയാണ്. ആരുമില്ലെന്ന് നീ വിചാരിക്കേണ്ട, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ മകളെ, എൻ്റെ മകനെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ അടുത്തുണ്ട്, നീ ഭാരപ്പെടേണ്ട. ഈ ലോകത്ത് എനിക്ക് ആരുമില്ലെന്ന് നീ പറയണ്ട, എന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ആ യേശുവിനെ, ആ യേശുവിൻ്റെ സാന്നിധ്യം എന്നെ കേൾക്കുന്ന ദൈവജനമേ, അതെ, നമ്മുടെ ജീവിതത്തിൽ യേശു ചെയ്ത ഉപകാരങ്ങൾ മറക്കാതെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു യേശുവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. അത് ദാവീദിന്റെ ജീവിതത്തിൽ അനേക വെല്ലുവിളികളും പോരാട്ടങ്ങളും ഉണ്ടായിരുന്നു. അതേ, തൻ്റെ അപ്പനും അമ്മയും തൻ്റെ സഹോദരന്മാരും എല്ലാവരും ഉപേക്ഷിച്ച വേളയിലും അതേ യഹോവ തന്നെ ചേർത്തുകൊണ്ടു. അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ ചേർത്തണയ്ക്കുന്ന ഒരു യേശുവിനെ കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതങ്ങളിൽ അകൃത്യങ്ങളെ, പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയുന്നവൻ അതിന് യേശുക്രിസ്തുവിന് മാത്രമേ, യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. നിന്റെയും എൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി അവൻ 2024 വർഷങ്ങൾക്ക് മുന്നേ ഗോകുൽത്തായി ക്രൂശിതനായി മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെണീച്ച ആ ക്രിസ്തുവേശുവിന് മാത്രമേ നിന്റെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ സാധിക്കത്തുള്ളൂ. അതേ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, യേശു ചെയ്ത ഒരു ഉപകാരവും മറക്കരുത്. നിന്റെ ആശ്രയം ദൈവത്തിൽ വെക്കുക. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതേ ഹോളി സ്പിരിറ്റ്, അതേ യൂട്യൂബ് ചാനൽ, ദി ഹോളി സ്പിരിറ്റ് ചിറ്റേമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ഓരോ സഹോദരന്മാരും സഹോദരിമാരും ശ്രോതാക്കളും അതേ ഇതിൻ്റെ ബെൽ ബട്ടണിൽ അമർത്തി അതേ നിങ്ങൾ ഈ ദൈവരാജ്യത്തിൻ്റെ വേലയിൽ സഹകരിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.